ചേട്ടാ ഞാൻ ഏത് വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ആഹാരം എടുത്ത് കഴിക്കും ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ ആ ചിക്കൻ കറിയും ചോറും കൂടെ ഒരു ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട സാറ് അങ്ങനെയല്ല കഴിക്കണേ. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി വെച്ചാൽ ആ ഉരുളി ഉണ്ടല്ലോ, ഉരുളി അങ്ങ് എടുത്ത് ഈ കുക്കറിനന്ന് ചോറ് അങ്ങ് തട്ടിയിട്ടിട്ടുണ്ട്. പാണ്ടിക്കാരൻ ലോറി വളച്ച് ഹൈ റേഞ്ചിയുടെ കയറി പോണ അതിനല്ലാണ്ട് ലാപ്പലാക്കിയിട്ട് ഒരു വടി എടുത്തിട്ട് നക്ക് നോക്കിയാണല്ലോ ഒന്ന് മോനെ. പിന്നെ നമ്മൾ ചിക്കൻ കറി കഴിക്കണത് നമുക്ക് ഈ ഇതിനകത്ത്. സാറേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്താൽ കുക്കർ ഷോക്ക് ക്ലാസ് എടുക്കണം? സാറേ ഇതേപോലെ തന്നെയാ ഞാൻ അവിടെ ചെയ്തത്. പക്ഷെ ഈ ചേച്ചി കാണിച്ചു വെച്ചു ഏറ്റവും വലിയ കുർത്തക്കേട് കാരണം ഞാനിത് പെട്ടുപോയത്. എന്ത് കുർത്തക്കേടായത്? എന്റെ ചേച്ചി ചിക്കൻ കറിക്കകത്ത് ഇതിന് മാത്രം ഉരുളക്കിഴങ്ങ് കാലിൽ ചെത്തിയിടുവോ? ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ തിന്ന് വയറ് മുഴുവൻ ഗ്യാസായിട്ട് എനിക്ക് പെരുകിയിട്ട് ഇങ്ങനെ കടന്നു വരാൻ പറ്റത്തില്ല. അതല്ല പ്രശ്നം. ഞാൻ നിന്റെ അടുത്ത് 7 വർഷമായിട്ട് പറയാണ് ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങല്ല ഇടലേന്ന്. വല്ലയിടത്തുനിന്ന് വന്ന് കള്ളം പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ല, ഇപ്പൊ സമാനമായില്ല. ഉരുളക്കിഴങ്ങാണോ ഇവിടുത്തെ പ്രശ്നം? ഉരുളക്കിഴങ്ങാണ് അവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ അവൻ ലൂക്കാ നമ്മുടെ ഇറങ്ങി പോകണ്ടവൻ. അവൻ ഉരുളക്കിഴങ്ങ് കഴിച്ചോണ്ട് മാത്രമാണ് ഇവിടെ. അപ്പൊ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇനി ഇടരുത്. എങ്ങനെയല്ലോ ഒന്ന് ഊരാൻ പറ്റുന്ന മാർഗം വല്ലതും പറ. ശരി, നീ എന്തായിരുന്നു നിനക്ക് അങ്ങനെ സ്റ്റക്കായിരുന്നു? നിനക്ക് ഇതിനകത്തോടെ വരാൻ നിനക്ക് ആ ഡോറ് തുറന്ന് ഇറങ്ങി വന്നുകൂടായിരുന്നടാ? ഇത്രയും തോന്നുന്നില്ലാതെ പോയല്ലോ നിനക്ക്. സാറിന് എന്നെ അടിച്ചത്? ഞാനിവിടെ ഏഞ്ചലോയ്സിൽ ഋതം വായിക്കാൻ വന്നവനല്ല, ഇത് ഞാൻ ചെയ്തോളാം. നീ ചോദിച്ചാ മതി കേട്ടാ. എന്നെ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. തീരുമാനം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാവോ? സാറേ പിടിച്ചിറക്കാം. സാറേ പിടിച്ചെടുക്കാം. വേറെ ഒരു കാര്യമുണ്ട്. അങ്ങനെ വലിക്കില്ല. ഇത് നിന്റെ ഇഷ്ടത്തിന് ഞാൻ വായിക്കാം. ഞാൻ അല്ല സാർ എന്നെ ദേശം പിടിച്ച് കടിക്കൂടെ ഞാൻ. ടൈറ്റായിട്ടിരിക്കും, നിങ്ങളത് മനസ്സിലാക്കും. സാറേ ഇത് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റുള്ളൂ സാറേ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഡയറ്റ് കൊടുത്താലോ ഇവന്. ഡയറ്റ് കൊടുക്കാന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ക്ഷീണിക്കുമ്പോ നമുക്ക് ലൂക്ക് പുറത്തേക്ക് ഇറക്കാം. അത് ശരിയാ. അതിന് എത്ര സമയം എടുക്കും? അത് സമയത്ത് 2 ദിവസം കൊടുക്കും. പിന്നെ ഞാൻ നന്നാ എന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ 2 ദിവസം നിങ്ങൾ ഡയറ്റ് കൊടുക്കണം. നേരം വെളുക്കുമ്പോ തന്നെ വെറും വയറ്റില് ചൂടുവെള്ളത്തിൽ കുമ്പളങ്ങ നീര് കൊടുക്കണം. കുമ്പളങ്ങ നീര് കൊടുക്കുമ്പോ പകുതിയോളം ഇവൻ ചൂടും. ഉച്ചക്ക് 2 കപ്പ് ചോറ്, അത് വലിയ കപ്പല്ല, ചെറിയ കപ്പ് 2 കപ്പ് ചോറ് കൊടുക്കണം. കറി കൊടുക്കരുത്, അച്ചാറ് മാത്രം കൊടുക്കണം. 4 മണിക്ക് ഇവന് ഒരു പഴംപൊരിയുടെ പകുതി കൊടുക്കണം. ഉച്ചക്ക് അല്ല, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല സാർ. സാർ ഇപ്പൊ ഇറക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ഞാൻ പോകുന്നില്ല. എത്രയൊക്കെ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ കിടന്നോളാം. പോകുന്നില്ല. അപ്പൊ എന്റെ തീരുമാനമല്ല എന്നെ പഠിച്ചു. സാർ അത് നടക്കുന്നില്ല. വേറെ എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കണം സാർ.